ബഹ്റൈന് നേർക്ക് വീണ്ടും ഇറാൻ ആക്രമണം. ആളുകൾക്ക് സുരക്ഷിത ഇടത്തേക്ക് മാറാൻ നിർദ്ദേശം. ദുബായ്ക്ക് സമീപത്തുള്ള ഓസ്ട്രേലിയയുടെ അൽ മിൻഹാജ് സൈനിക താവളത്തിന് നേർക്ക് ഇറാൻ ആക്രമണം സ്ഥിരീകരിച്ച ഓസ്ട്രേലിയ. ദുബായിലെ US സേനയെ ആക്രമിച്ചുവെന്ന് ഇറാൻ. ദോഹയിലും ആക്രമണം. US എംബസി ആക്രമണത്തിന് പിന്നാലെ റിയാദിൽ വീണ്ടും സ്ഫോടനം. സ്ഫോടന ശബ്ദം കേട്ടെന്നും വീട് കുലുങ്ങിയെന്നും റിപ്പോർട്ട്. കുവൈത്തിലെ അരിഫിജാൻ ബേസിലും ഇറാൻ ഡ്രോൺ ആക്രമണം. UAയിലും ഇറാന്റെ മിസൈൽ ആക്രമണം. മിസൈലുകളെ നിർവീര്യമാക്കിയെന്ന് UAE. ഇറാന്റെ 3 ക്രൂയിസ് മിസൈലുകളും 98 ബാലിസ്റ്റിക് മിസൈലും തകർത്തുവെന്ന് ഖത്തർ. തകർത്തതിൽ 2 സുഖോയ് യുദ്ധവിമാനവും. ഇറാൻ 178 മിസൈലുകളും 384 ഡ്രോണുകളും തകർത്തതായി കുവൈത്ത്. ബെയ്റൂത്തിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ്. പശ്ചിമേഷ്യയിലേക്ക് 15 ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ കൂടി വിന്യസിച്ച US. റിയാദിലെ US എംബസി ആക്രമണത്തിന് മറുപടി ഉടനെന്ന് ട്രംപ്. സായി കുമാർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സായി, വലിയ തോതിൽ ഇന്നലെ ട്രംപിന്റെ പ്രസ്താവന വന്നു. UAE വീണ്ടും ആക്രമണം കടുപ്പിക്കുകയാണ്. അതിനൊപ്പം തന്നെ വീണ്ടും യുദ്ധവിമാനങ്ങളും പടക്കോപ്പുകളും എത്തിച്ച് കൂടുതൽ സംഹാരശേഷിയുള്ള ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. തീർച്ചയായും മാധു, വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഇറാനിൽ നിന്ന് അവരുടെ മനുഷ്യാവകാശ സംഘടന തന്നെ, ഇറാനിലെ HRNA എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ സംഘടന നൽകുന്ന ഒരു കണക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇന്നലെ മാത്രം 96 പേരാണ് ഇസ്രയേലും അമേരിക്കയും നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിൽ 85ഉം അവിടെയുള്ള പൗരന്മാരാണ്. 11 സൈനികരടക്കം 96 പേരാണ് ഇന്നലെ മാത്രം കൊല ചെയ്യപ്പെട്ടത് എന്നുള്ള കണക്കുകൾ വരുന്നു. എന്തായാലും ഈ ആക്രമണം കടുപ്പിക്കാൻ തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം. റിയാദിലെ US എംബസിക്ക് മേൽ ഉണ്ടായ ആക്രമണമാണ് ഇപ്പോൾ ട്രംപിനെ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു അടിയന്തര യോഗം ട്രംപ് അമേരിക്കയിൽ വിളിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരം ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആക്രമണം കടുപ്പിക്കാൻ, റിയാദിലെ US എംബസി ആക്രമിച്ചതിനെതിരെ അതിനുള്ള മറുപടി ഉടൻ എന്ന ഒരു പ്രതികരണം കൂടി ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആക്രമണം കടുപ്പിക്കാൻ തന്നെയായിരിക്കും ട്രംപിന്റെയും നീക്കം. ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നും ഒരു ന്യായീകരണം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇറാൻ അവരുടെ ആണവ ശക്തി കുറെ കൂടി ശക്തിപ്പെടുത്തിയിരുന്നു. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് തങ്ങൾ ആക്രമിക്കാൻ തുനിഞ്ഞത് എന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു പ്രതികരണം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. എന്തായാലും ഗൾഫ് രാഷ്ട്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ ആക്രമണം തുടരുകയാണ്. UAയിലും ഖത്തറിലും ഒക്കെ ഈ ആക്രമണം നടത്തുകയും ചെയ്യുന്നുണ്ട്.